പ്രതിസന്ധികൾ കണ്ട് ഭയന്നോടാൻ ഇത് പഴയ ഇന്ത്യ അല്ല. ലോകം മുഴുവൻ യുദ്ധപ്പുകയിൽ നിൽക്കുമ്പോഴും സ്വന്തം രാജ്യത്തെ ജനങ്ങളെയും സമ്പദ് വ്യവസ്ഥയും എങ്ങനെ സുരക്ഷിതമായി കാക്കണമെന്ന് കൃത്യമായി പ്ലാനുള്ള ദീർഘവീക്ഷണമുള്ള ഒരു ഭരണാധികാരി ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യയെ തളർത്താൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളുന്നു. ലോകത്തെ ഏറ്റവും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടുന്നു. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണവില റോക്കറ്റ് പോലെ കുതിച്ചുയരുന്നു. കപ്പലുകൾക്ക് നേരെ ആക്രമണമുണ്ടാകുന്നു. ലോകരാജ്യങ്ങളെല്ലാം വരാൻ പോകുന്ന എണ്ണ പ്രതിസന്ധിയിൽ എങ്ങനെ മുന്നോട്ട് പോകുമെന്നറിയാതെ പകച്ചു നിൽക്കുമ്പോൾ ഇതാ ഇന്ത്യയുടെ മണ്ണിൽ നിന്ന് നരേന്ദ്രമോദി സർക്കാരിന്റെ ലോകത്തെ ഞെട്ടിച്ച മാസ് കൗണ്ടർ സ്ട്രൈക്ക് എത്തിക്കഴിഞ്ഞു. പ്രതിസന്ധികൾ എത്ര വലുതായാലും അതിനെയെല്ലാം രാജ്യത്തിന് അനുകൂലമായ അവസരങ്ങളാക്കി മാറ്റാൻ മോദിക്ക് കൃത്യമായി അറിയാം എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഈ വമ്പൻ പ്രഖ്യാപനം. ഉയർന്ന അളവിൽ എഥനോൾ ചേർത്ത പെട്രോളിന്റെ നികുതി മുഴുവനായി വെട്ടിക്കുറച്ചുകൊണ്ട് മോദി സർക്കാർ പുറപ്പെടുവിച്ച വിജ്ഞാപനം വെറുമൊരു നികുതി ഇളവ് മാത്രമല്ല, വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്ന ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി വ്യവസായത്തിന്റെ അടിവേരുറയ്ക്കുന്ന തദ്ദേശീയ വിപ്ലവത്തിന്റെ തുടക്കമാണിത്. എന്താണ് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച ഈ വമ്പൻ നീക്കമെന്നും ഇത് ഇന്ത്യൻ ഇന്ധന വിപണിയിലും നിങ്ങളുടെ പോക്കറ്റിലും വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് കൃത്യമായി പരിശോധിക്കാം. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിൽ യുദ്ധം കടുക്കുകയും തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് ഇറാൻ അടച്ചുപൂട്ടുകയും ഇന്ത്യയിലേക്കുള്ള കപ്പലുകൾ ആക്രമിക്കുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയിൽ ഉണ്ടാകാൻ പോകുന്ന ഇന്ധന പ്രതിസന്ധി മറികടക്കാൻ മോദി സർക്കാരിന്റെ വമ്പൻ തന്ത്രപരമായ ഒരു നീക്കമുണ്ട്. ഉയർന്ന അളവിൽ എഥനോൾ കലർത്തിയ പെട്രോൾ ഉപയോഗിക്കാൻ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന നടപടികളിലേക്കാണ് കേന്ദ്ര സർക്കാർ കടന്നിരിക്കുന്നത്. ഇതിന്റെ ഭാഗമായി എഥനോൾ പെട്രോളിന് ഏർപ്പെടുത്തിയിരുന്ന എക്സൈസ് ഡ്യൂട്ടി കേന്ദ്ര സർക്കാർ പൂർണ്ണമായും ഒഴിവാക്കി. പെട്രോളിൽ 22% മുതൽ 30% വരെ എഥനോൾ കലർത്തിയ ഇന്ധനങ്ങൾക്കാണ് ഈ വമ്പൻ നികുതി ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക വിജ്ഞാപനമാണ് കഴിഞ്ഞ ദിവസം പുറത്തിറങ്ങിയതായി പ്രമുഖ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇറാൻ എണ്ണക്കപ്പലുകൾ തടഞ്ഞതോടെ ആഗോള വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുന്ന സാഹചര്യത്തിൽ ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതി ചെലവ് കുറയ്ക്കാനും ആഭ്യന്തര വിപണിയിൽ ഇന്ധനവില നിയന്ത്രിക്കാനും ലക്ഷ്യമിട്ടാണ് കേന്ദ്രത്തിന്റെ ഈ അടിയന്തര ഇടപെടൽ. എണ്ണയ്ക്കായി അറബ് രാജ്യങ്ങളെയും പാശ്ചാത്യ ശക്തികളെയും ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇനി സ്വന്തം മണ്ണിൽ വിളയുന്ന കാർഷിക ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഇന്ധനം നിർമ്മിച്ച് വണ്ടി ഓടിക്കാൻ പോവുകയാണ്. ലോക നേതാക്കൾ നരേന്ദ്രമോദിയെ ഇത്രയധികം ആദരിക്കുന്നതും പുകഴ്ത്തുന്നതും എന്തുകൊണ്ടാണെന്ന് ഈ ഒരൊറ്റ നീക്കത്തിലൂടെ വ്യക്തമാവും. കാരണം അദ്ദേഹം പ്രതിസന്ധികൾ കണ്ട് ഒളിച്ചോടുന്ന നേതാവല്ല, മറിച്ച് പ്രതിസന്ധിയുടെ നെഞ്ചിലേക്ക് കയറിച്ചെന്ന് ഇന്ത്യയുടെ കരുത്ത് കാണിക്കുന്ന നായകനാണ്. പുതിയ ഉത്തരവ് പ്രകാരം പെട്രോളിൽ 22% മുതൽ 30% വരെ എഥനോൾ കലർത്തിയ ഇന്ധനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ ഏർപ്പെടുത്തിയിരുന്ന സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി പൂർണ്ണമായും ഒഴിവാക്കിയിരിക്കുകയാണ്. വെറും അടിസ്ഥാന എക്സൈസ് നികുതി മാത്രമല്ല, ഇന്ധനങ്ങൾക്ക് മേൽ ഈടാക്കിയിരുന്ന റോഡ് ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ സെസ്സും കാർഷിക ഇൻഫ്രാസ്ട്രക്ചർ സെസ്സും കേന്ദ്ര സർക്കാർ പൂർണ്ണമായും തുടച്ചു നീക്കിയിരിക്കുകയാണ്. നികുതികൾ കൂട്ടത്തോടെ ഇല്ലാതാക്കുന്നതോടെ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ വിപണിയിലെത്തുന്ന ഉയർന്ന എഥനോൾ അടങ്ങിയ പെട്രോളിന് പമ്പുകളിൽ വൻതോതിൽ വില കുറയും. ഇത് സാധാരണക്കാരായ വണ്ടിക്കാർക്കും ജനങ്ങൾക്കും നൽകുന്ന ആശ്വാസം ചെറുതല്ല. പരിസ്ഥിതി ദിനത്തിൽ പുറത്തിറക്കിയ ഇൻഡി5 പെട്രോളിന് സാധാരണ പെട്രോളിനേക്കാൾ ലിറ്ററിന് 20 രൂപയോളം വിലക്കുറവ് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സാധാരണക്കാരെയും രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ഒരുപോലെ ഉത്തേജിപ്പിക്കുന്ന ഈ വമ്പൻ പ്രഖ്യാപനവുമായി പെട്രോളിയം മന്ത്രാലയം രംഗത്തെത്തിയിരിക്കുന്നത്. ലോകത്തിലെ 3ാമത്തെ വലിയ എണ്ണ ഇറക്കുമതി രാജ്യമാണ് ഇന്ത്യ. നമ്മുടെ രാജ്യത്തിന് ആവശ്യമായ ക്രൂഡ് ഓയിലിന്റെ ഏകദേശം 90% വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടൽ മാർഗമാണ് എത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര വിപണിയിൽ ഉണ്ടാകുന്ന ആ ചെറിയൊരു ചലനം പോലും ഇന്ത്യയിൽ വലിയ വിലക്കയറ്റത്തിന് കാരണമാകുമായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇറാനിലുണ്ടായ വ്യോമാക്രമണങ്ങളും അതിനെ തുടർന്ന് ഇന്ധന കപ്പലുകൾ കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്ക് അടയ്ക്കപ്പെട്ടതും ഇന്ത്യയിലേക്കുള്ള എണ്ണ വിതരണത്തിന് വലിയ വെല്ലുവിളിയാണ് ഉയർത്തിയത്. ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയർന്നതോടെ ഇന്ത്യയുടെ കോടിക്കണക്കിന് രൂപയുടെ വിദേശ നാണയ ശേഖരമാണ് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. ഈ കനത്ത സാമ്പത്തിക ആഘാതത്തിൽ നിന്നും രാജ്യത്തെ രക്ഷിക്കാൻ മോദി സർക്കാർ കണ്ടെത്തിയ തദ്ദേശീയ പ്രതിവിധിയാണ് എഥനോൾ ബ്ലെൻഡിംഗ് പ്രോഗ്രാം. കരിമ്പിൽ നിന്നും മറ്റും കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്നും ധാന്യങ്ങളിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന എഥനോൾ പെട്രോളിൽ വൻതോതിൽ കലർത്തുന്നതിലൂടെ വിദേശ നാണ്യം സംരക്ഷിക്കാൻ മാത്രമല്ല രാജ്യത്തെ പരിസ്ഥിതി
മലിനീകരണം വൻതോതിൽ കുറയ്ക്കാനും സാധിക്കും. മുൻപ് 2% താഴെ മാത്രം എഥനോൾ കലർത്തിയിരുന്ന സ്ഥാനത്ത് നിന്ന് ഇന്ന് 20% കടന്ന് 30% ഇന്ത്യയെ എത്തിച്ചത് നരേന്ദ്രമോദിയുടെ നിശ്ചയദാർഢ്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ തന്ത്രപരമായ കളമാറ്റത്തിലൂടെ ഇന്ത്യ വിദേശ രാജ്യങ്ങൾക്ക് നൽകേണ്ടി വരുന്ന കോടിക്കണക്കിന് രൂപ ഇനി നമ്മുടെ സ്വന്തം കർഷകരുടെ കൈകളിലേക്ക് എത്തും. കാർഷിക മേഖലയ്ക്ക് ഇതൊരു പുത്തൻ ഉണർവ് നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല. യുദ്ധം കാരണം എണ്ണവില വർദ്ധിക്കുമ്പോൾ സാധാരണക്കാരുടെ പോക്കറ്റ് ചോരുമെന്ന് കരുതി കൈകെട്ടി നോക്കി നിൽക്കാൻ ഈ സർക്കാർ തയ്യാറല്ല. കഴിഞ്ഞ മാർച്ച് മാസത്തിൽ പെട്രോളിനും ഡീസലിനും ലിറ്ററിന് 10 രൂപ വീതം നികുതി കുറച്ച് 1 ലക്ഷം കോടി രൂപയുടെ വരുമാന നഷ്ടം സഹിച്ചും ജനങ്ങളെ കാത്തത് ഇതേ മോദി സർക്കാരാണ്. ഇപ്പോൾ ഇതാ എഥനോൾ ഇന്ധനങ്ങൾക്ക് പൂർണ്ണമായും നികുതി ഒഴിവാക്കിക്കൊണ്ട് അടുത്ത മാസ് നീക്കവും നടത്തിയിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ഇന്ത്യൻ വിപണിയിൽ ഇറങ്ങുന്ന വാഹനങ്ങളെല്ലാം ഇത്തരം ഉയർന്ന എഥനോൾ പെട്രോളിൽ ഓടിക്കാൻ പാകത്തിലുള്ള ഫ്ലെക്സ് ഫ്യൂവൽ എഞ്ചിനുകളോടെയാണ് പുറത്തിറങ്ങാൻ പോകുന്നത്. മാരുതി സുസുക്കിയും ടാറ്റയും ഉൾപ്പെടെയുള്ള പ്രമുഖ കമ്പനികൾ തങ്ങളുടെ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ വിപണിയിൽ എത്തിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു. നികുതി ഇളവ് വഴി വില വൻതോതിൽ കുറയുന്നതോടെ സാധാരണക്കാർക്ക് ഇത്തരം ഇന്ധനങ്ങളിലേക്ക് അതിവേഗം മാറുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരും വാഹന വിപണിയും വിലയിരുത്തുന്നത്. ഇത് കേവലം ഒരു താൽക്കാലിക പരിഹാരമല്ല, മറിച്ച് വരും തലമുറയ്ക്ക് വേണ്ടിയുള്ള ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കലാണ്. അന്താരാഷ്ട്ര തലത്തിൽ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും ഇന്ത്യയിലെ സാധാരണക്കാരന്റെ അടുക്കളയോ യാത്രയെയോ അത് ബാധിക്കരുത് എന്ന നിർബന്ധം മോദി സർക്കാരിനുണ്ട്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും സാമ്പത്തിക മാന്ദ്യത്തിലും യുദ്ധഭീതിയിലും നിൽക്കുമ്പോൾ ഇന്ത്യ സുരക്ഷിതമായി മുന്നോട്ട് പോകുന്നതിന്റെ രഹസ്യവും ഇതുതന്നെയാണ്. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും രാജ്യത്തിന്റെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ കൃത്യമായ മുൻകൂട്ടി തയ്യാറാക്കിയ പദ്ധതികൾ മോദി സർക്കാരിന്റെ പക്കലുണ്ട്. ഹോർമോസ് കടലിടുക്ക് അടച്ചാൽ ഇന്ത്യ തകരുമെന്ന് കരുതിയവർക്കുള്ള ശക്തമായ മറുപടിയാണ് ആഭ്യന്തരമായി ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഹരിത ഇന്ധന വിപ്ലവം. വിദേശ എണ്ണ കമ്പനികളുടെ കുത്തക അവസാനിപ്പിച്ച് ഭാരതത്തെ ഊർജ്ജ മേഖലയിൽ സ്വയം പര്യാപ്തമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കാണ് രാജ്യം അതിവേഗം വളരുന്നത്. പ്രതിസന്ധികളെ അവസരങ്ങളാക്കി മാറ്റി ജനങ്ങൾക്ക് ആശ്വാസമേകി രാജ്യത്തിന്റെ വിദേശ നാണ്യം കാത്തു സൂക്ഷിക്കുന്ന ഈ വമ്പൻ നീക്കം ഇന്ത്യയെ വരും വർഷങ്ങളിൽ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഭാരതത്തിന്റെ ഈ ജൈത്രയാത്ര തടയാൻ ഒരു ശക്തിക്കും കഴിയില്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മോദി സർക്കാർ മുന്നോട്ട് തന്നെ പോവുകയാണ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം മുറുകുകയും ഹോർമോസ് കടലിടുക്ക് അടയ്ക്കുകയും ചെയ്താൽ ഇന്ത്യ സാമ്പത്തികമായി തകരുമെന്നും ഇന്ധനമില്ലാതെ രാജ്യം നിശ്ചലമാകുമെന്നും കരുതി ലോകം മുഴുവൻ ഭാരതത്തെ നോക്കി പരിഹസിച്ചപ്പോൾ അവരെയെല്ലാം ഞെട്ടിച്ചുകൊണ്ടാണ് മോദി സർക്കാർ ഈ വമ്പൻ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. എന്തായാലും ഈ കളം മാറ്റത്തോടെ വിദേശ എണ്ണ കമ്പനികളുടെയും യുദ്ധം കൊണ്ട് കൊള്ളലാഭം കൊയ്യാൻ നോക്കിയ രാജ്യങ്ങളുടെയും അന്താരാഷ്ട്ര കുത്തകയ്ക്കാണ് ഇന്ത്യ ശക്തമായ പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത്. പ്രതിസന്ധികളെ തരിപ്പണമാക്കി രാജ്യത്തെ സ്വയം പര്യാപ്തതയിലേക്ക് നയിക്കുന്ന നരേന്ദ്രമോദിയുടെ ഈ മാസ് വിദ്യയ്ക്ക് മുന്നിൽ ലോകരാജ്യങ്ങൾ വീണ്ടും അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയാണ്. ഭാരതത്തിന്റെ ഈ വമ്പൻ കുതിപ്പ് തടയാൻ ലോകത്തെ ഒരു ശക്തിക്കും ഇനി കഴിയില്ലെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് രാജ്യം മുന്നോട്ട് തന്നെ കുതിക്കുകയാണ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ നീക്കത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.